മോനിപ്പം സ്കൂളില് LKG ചേർത്തു. കളറിംഗ് കോമ്പറ്റീഷനിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടി, ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയത്. വെരി ഗുഡ്. 4 വയസ്സേ ഉള്ളൂ, ഫസ്റ്റ് പ്രൈസ് കിട്ടി. നിങ്ങളുടെ മക്കള് ചെറുതാണെങ്കിൽ, ഇപ്പോൾ ഈ 3 വയസ്സ് 4 വയസ്സ് 5 വയസ്സ് ആ ഒരു പ്രായത്തിലുള്ളതാണെങ്കിൽ നിങ്ങൾ തന്നെ പഠിപ്പിക്കണതായിരിക്കും നല്ലത് ആർട്ട്. അങ്ങനെ അവന് വേണ്ടിയിട്ടാണ് ഏറ്റവും ഇതായിട്ട് ജോയിൻ ചെയ്തത്. അപ്പൊ അവൻ ചെറുപ്പത്തിൽ തന്നെ നമ്മൾ അക്ഷരം റാ എഴുതി കൊടുത്ത് അതിന്റെ അകത്ത് ഷെയ്ഡ് ചെയ്യുള്ളായിരുന്നു, റാ എഴുതൂലായിരുന്നു. അപ്പൊ അവന് അങ്ങനെ ഒരു കഴിവുണ്ടെന്ന് മനസ്സിലായി. അപ്പൊ അവനെ പഠിപ്പിക്കാന്ന് വെച്ചിട്ടാണ്, എനിക്ക് പറ്റിയില്ല, പക്ഷെ അവൻ പഠിച്ചോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ജോയിൻ ചെയ്തത്. പക്ഷേ അത് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത ശേഷം എനിക്കും പുതിയ ഡ്രീംസ് ആയി, ആ, പുതിയ ഗോൾസ് ആയി. വേറൊരാൾ പഠിപ്പിക്കുന്നേക്കാളും അവന്റെ ആ വളർച്ച അനുസരിച്ച് നമുക്ക് തന്നെയാണ് കൂടുതൽ കെയർ ചെയ്ത് പഠിപ്പിക്കാൻ, അവന്റെ തെറ്റുകൾ മനസ്സിലാക്കാൻ, അത് കറക്റ്റ് ചെയ്ത് അവന്റെ ആ ടാലന്റ് ശരിക്കും മനസ്സിലാക്കാൻ നമുക്ക് തന്നെയുള്ളത്. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അതാണ് സാറിന്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തത്. അപ്പം എനിക്ക് അവനെ കൂടുതൽ പഠിപ്പിക്കാൻ പറ്റും എന്നുള്ള ഒരു തോന്നലുണ്ടായിരുന്നു, വീഡിയോസ് ഒക്കെ കണ്ടിട്ട്. നമസ്കാരം. നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുത്തുകൊണ്ട് നമ്മുടെ സ്റ്റുഡൻസ് കൂട്ടായ്മയായ ക്രിയേറ്റിവിറ്റി ആൻഡ് വെൽനസ് ഹബിൻ്റെ പാർട്ടായി നിന്നുകൊണ്ട് സക്സസ് ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസിൻ്റെ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഗായത്രി ഉണ്ട്. കോൺഫിഡൻസ് അച്ചീവർ എന്ന് പറയുന്ന റിവാർഡ് കരസ്ഥമാക്കിയിട്ടാണ് ഗായത്രി നമ്മോടൊപ്പം ഉള്ളത്. അപ്പോൾ അത് കരസ്ഥമാക്കാനായിട്ട് കുറേ ടാസ്കുകൾ ഏറ്റെടുത്ത് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വിശേഷങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. ആദ്യം തന്നെ കൺഗ്രാജുലേഷൻസ്. ആർട്ട് എവിടെ മുതലാണ് സ്റ്റാർട്ട് ചെയ്ത്, ആ കാര്യങ്ങളും ഫാമിലി ബാക്ക്ഗ്രൗണ്ടും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാവോ? പക്ഷെ ചെറുപ്പത്തിലൊക്കെ വരയ്ക്കുമായിരുന്നു, പക്ഷെ പഠിക്കാനൊന്നും പറ്റിയിട്ടില്ല. സ്കൂളില് പിന്നെ സയൻസ് ആയിരുന്നു എടുത്തിരുന്നത്. സയൻസ് ആകുമ്പോൾ പിന്നെ അതിനകത്ത് പടങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ വരച്ചിട്ടുള്ള റെക്കോർഡ് ബുക്ക് വരച്ചിട്ടുണ്ട്, അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ക്ലാസ്സിൽ പോയി ഇതുവരെയും പഠിക്കാനായിട്ട് പറ്റിയില്ലായിരുന്നു. പിന്നെ 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 വർക്കിംഗ് ആയി, നേഴ്സാണ്. അപ്പം പഠിത്തം കഴിഞ്ഞ് പിന്നെ വർക്കിംഗ് ആയി, പിന്നെ അതിനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇടയ്ക്ക് റിസൈൻ ചെയ്ത് വീട്ടിൽ നിന്ന സമയത്താണ് യൂട്യൂബിൽ സാറിന്റെ വീഡിയോസ് ഒക്കെ കണ്ടപ്പോ വീണ്ടും വരയ്ക്കണമെന്ന് തോന്നി. അങ്ങനെ ഗ്രിഡ് മെത്തേഡ് കണ്ടിട്ട് ഗ്രിഡ് മെത്തേഡിൽ ഞാൻ എന്റെ മോന്റെ പടം വരച്ചു. അത് ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇപ്പൊ നോക്കാൻ പറ്റും. അതിനുശേഷം പിന്നെ സാറിന്റെ വീഡിയോസ് ഒക്കെ കണ്ട് വീണ്ടും വീണ്ടും വരയ്ക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഗ്രിഡ് ഇല്ലാതെ ഒന്നും വരയ്ക്കാൻ പറ്റാതെ, ഗ്രിഡ് ഇല്ലാതെ ഒരു പടവും വരയ്ക്കാതെ. അങ്ങനെ അതിനുശേഷമാണ് സാറിന്റെ, പിന്നെ ഞാൻ വെച്ച് സാറിന്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാന്ന് വെച്ചു. അങ്ങനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞ ശേഷം സാറ് പറഞ്ഞ് ക്ലാസ് തീരുന്നിടം വരെ ഇനി ഗ്രിഡ് യൂസ് ചെയ്യേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് ഇപ്പൊ അല്ലാതെ ഫ്രീ ഹാൻഡിൽ വരയ്ക്കുന്നുണ്ട്. ഇപ്പൊ A to Z വരെ എത്തി. സ്ഥലം ഫാമിലിയിൽ എവിടെയാ കുഴപ്പമില്ലാത്ത താമസിക്കുന്നത്? പാർട്ടിയില്ല. ഞാൻ കൊല്ലത്താണ് എന്റെ സ്ഥലം, പക്ഷെ ഞാൻ ഇപ്പൊ വർക്ക് ചെയ്യുന്ന ഇടുക്കിയിലാണ്. ഇപ്പൊ ഇടുക്കിയിലാണ് ഉള്ളത്, ഇടുക്കി മെഡിക്കൽ കോളേജിലാണ് വർക്ക് ചെയ്യുന്നത്. ഓഹോ. ഫാമിലിയിൽ ആരൊക്കെ ഉണ്ട്? ഫാമിലി അച്ഛൻ, അമ്മ, ഹസ്ബൻഡ്, ഒരു മോനുണ്ട് 4 വയസ്സ്. ഇങ്ങനെ അവന് വേണ്ടിയിട്ടാണ് ഏറ്റവും ഇതായിട്ട് ജോയിൻ ചെയ്തത്. അപ്പൊ അവൻ ചെറുപ്പത്തിൽ തന്നെ നമ്മൾ അക്ഷരം റാ എഴുതി കൊടുത്ത് അതിന്റെ അകത്ത് ഷെയ്ഡ് ചെയ്യുള്ളായിരുന്നു, റാ എഴുതൂലായിരുന്നു. അപ്പൊ അവന് അങ്ങനെ ഒരു കഴിവുണ്ടെന്ന് മനസ്സിലായി. അപ്പൊ അവനെ പഠിപ്പിക്കാന്ന് വെച്ചിട്ടാണ്, എനിക്ക് പറ്റിയില്ല, പക്ഷെ അവൻ പഠിച്ചോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ജോയിൻ ചെയ്തത്. പക്ഷേ അത് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത ശേഷം എനിക്കും പുതിയ ഡ്രീംസ് ആയി, ആ, പുതിയ ഗോൾസ് ആയി. അങ്ങനെ ഓരോ ജീവിതത്തിലാണ് ഇപ്പൊ എന്തൊക്കെയോ ചെയ്ത് തീർക്കാനുണ്ടെന്നുള്ള ഒരു ഗോൾസ് ഒക്കെ സെറ്റ് ചെയ്ത ആ ഒരു ടൈം. ഇപ്പൊ തന്നെ ഞാൻ ഹോസ്റ്റലിലെ വീട് മാത്രമുള്ള എനിക്ക് ടൈം കിട്ടാറുള്ളൂ. അതിന് കൂടെ തന്നെ ഞാൻ PG എടുക്കാൻ വേണ്ടി എൻട്രൻസ് കോഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഹോസ്റ്റലിൽ 15 ദിവസം, മാസത്തിൽ 15 ദിവസം കൂടുമ്പോഴാണ് വീട്ടിൽ പോകുന്നത്. അപ്പൊ ഈ 15 ദിവസമാണ് എനിക്ക് ഈ ഒരു ഹോസ്റ്റലിലാണ് ഈ സ്റ്റഡീസിനായാലും ഇതിനായാലും ടൈം കണ്ടെത്തുന്നത്. അപ്പൊ ആ സമയത്തിനുള്ളിൽ ഒരു ദിവസം പോലും 1 മണിക്കൂർ പോലും കളയാതെ ആ ടൈം സ്ലോട്ട് സാറ് പറഞ്ഞനുസരിച്ച് ടൈം അറേഞ്ച് ചെയ്തിട്ട് ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ടാണ് ഇപ്പൊ ഞാൻ ഒരു കാര്യങ്ങൾ ചെയ്യുന്നത്. ഇവിടെ വരും മാത്രം, വീട്ടിൽ പോകുമ്പോൾ ഒരു 3-4 ദിവസത്തേക്കായിരിക്കും പോകുന്നത്. അപ്പൊ ആ സമയം ഫുള്ള് ഫാമിലിക്ക് വേണ്ടിയിട്ട് യൂട്ടിലൈസ്. യെസ്. മോനെ ഒരുപാട് എന്നിട്ട് പഠിപ്പിക്കാൻ ലൈഫ് പറ്റുന്നുണ്ടോ? എക്സ്പീരിയൻസ്. മോനിപ്പോ സ്കൂളില് LKG ചേർത്തു. കളറിംഗ് കോമ്പറ്റീഷനിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടി, ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയത്. വെരി ഗുഡ്. 4 വയസ്സേ ഉള്ളൂ, ഫസ്റ്റ് പ്രൈസ് കിട്ടി.
ശരിക്കും ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യം എന്താ വെച്ചാൽ കുറെ കുറെ പ്രായമായിട്ടുള്ളവരും പാരൻസും ഒക്കെ ആർട്ട് പഠിക്കാനായിട്ട് വരുന്ന സമയത്ത് അവരുടെ അടുത്ത് ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യം നിങ്ങളുടെ മക്കൾ ചെറുതാണെങ്കിൽ ഇപ്പോൾ ഈ 3 വയസ്സ് 4 വയസ്സ് 5 വയസ്സ് ആ ഒരു പ്രായത്തിലുള്ളതാണെങ്കിൽ നിങ്ങൾ തന്നെ പഠിപ്പിക്കണതായിരിക്കും നല്ലത് ആർട്ട്. കാരണം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ പെൻസിൽ എങ്ങനെ പിടിക്കണം എന്നുള്ളതും ഓരോ ലൈനും എങ്ങനെ വരയ്ക്കണം എന്നുള്ളതും നിരന്തരം റിപ്പീറ്റഡ്ലി പാരൻസിനാണ് എളുപ്പം പഠിപ്പിക്കാനായിട്ട് പറ്റുക. നോർമലി ഒരു ഓഫ്ലൈൻ ക്ലാസ്സിൽ വിട്ട് കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെയാണ് ഓഫ്ലൈൻ ക്ലാസ്സുകൾ നോർമലി ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ സമയത്ത് മാത്രമേ ടീച്ചർക്ക് അത് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ പാരൻസിന് ആ നോളേജ് ഉണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും, പെട്ടെന്ന് തന്നെ റിസൾട്ട് കൊണ്ടുവരാൻ സാധിക്കും. അപ്പം അത് ഒരുപാട് അത് സന്തോഷം. വളരെ ഫാസ്റ്റ് ആയിട്ട് അവൻ കാര്യങ്ങൾ മനസ്സിലാവും. ഞാനിപ്പോ ഒരു 4 ദിവസം ചെല്ലുമ്പോ വിളിച്ചിരുത്ത് പഠിക്കുന്നേക്കാളും കൂടുതൽ ഇൻട്രസ്റ്റ് ഇപ്പൊ അക്ഷരങ്ങൾ എഴുതുന്നേക്കാളും ഇൻട്രസ്റ്റ് ഇതിലാ കാണിക്കുന്നു. ഉം. ഇപ്പൊ അവൻ കളറൊക്കെ കാണുമ്പോ ഇത് എപ്പോഴാ എനിക്ക് തരുന്നേന്ന് ചോദിക്കുക, ഉം. പെയിന്റും ഒക്കെ. ഇപ്പൊ എന്തൊക്കെ ടൂളാ മോൻ യൂസ് ചെയ്യുന്നത്? ഇപ്പം പെൻസിൽ മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ, പിന്നെ ക്രയോൺസും കൊടുത്തിട്ടുണ്ട്. എത്ര കളർ വയസ്സായെന്ന് പെൻസിലും പറഞ്ഞു? 4 വയസ്സ്. 4 വയസ്സ്. സ്കെച്ച് പെന്നും മേടിച്ചു, കളർ പെൻസിലും മേടിച്ചു, ക്രയോൺസും മേടിച്ചു, പിന്നെ പെൻസിൽ. ഓയിൽ പേസ്റ്റിലൊന്ന് വാങ്ങിച്ചു കൊടുത്തു. ക്രയോൺസിനേക്കാളും കുറച്ചും കൂടി നല്ലത് ഓയിൽ പേസ്റ്റിലായിരിക്കും. വലിയ റേറ്റ് ഡിഫറൻസ് ഒന്നും വരില്ല. ഓയിൽ പേസ്റ്റിൽ ആ കുറച്ചധികം കളേഴ്സ് ഉള്ള സെറ്റ് 25 കളേഴ്സിന്റെ സെറ്റ് കിട്ടും. അതൊന്ന് ആ വാങ്ങിച്ചു ആ കൊടുത്തു, നല്ലതായിരിക്കും. ആ ആ ആ യെസ്. അപ്പം ഞാൻ എന്തായാലും നമ്മുടെ ഡ്രോയിങ് ഒന്ന് ഞാൻ വെരിഫൈ ചെയ്യാം കേട്ടോ. ഒരു മിനിറ്റ് ആ ഷെയർ ചെയ്യാം. കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഇത് ഞാൻ കുറച്ച് സമയം കൊണ്ട് ഇന്നലെ രാവിലെയാണ് വരച്ചത്. ഉം. റിവ്യൂ ചെയ്യണമല്ലോ എന്ന് വെച്ചിട്ട് പോർട്രേറ്റ് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഭയങ്കര ആഗ്രഹം. അപ്പൊ അതിന് വേണ്ടിയിട്ട് പ്രാക്ടീസ് തുടങ്ങിയിട്ട് കാരണം റിവ്യൂ ചെയ്യണമല്ലോ എന്ന് വെച്ചിട്ട് പെട്ടെന്ന് കുറച്ച് സമയം കൊണ്ട് വരച്ച് ഞാൻ ഇട്ടത്. ഗ്രിഡ് ശരിക്കും ഇല്ലാതെ സ്റ്റാർട്ട് വരച്ചാണല്ലേ? ഇല്ലാത്ത വരച്ചതാണ്. യെസ്. നന്നായിട്ടുണ്ട്, നല്ല നീറ്റായി വന്നിട്ടുണ്ട്. ടോട്ടൽ ഷേപ്പും കാര്യങ്ങളൊന്നും വലിയ ഇഷ്യൂ നമുക്ക് സംഭവിച്ചിട്ടില്ല. ഇത് എപ്പോൾ വരച്ചതാ? ഇത് ഒരു 2 മാസത്തിനൊക്കെ മുന്നേ ഉള്ളത്. ഉം. പിൻട്രസ്റ്റിൽ നിന്ന് എടുത്തിട്ട് വരച്ചത്. ഇതും പ്രാക്ടീസ് ചെയ്തതാണ്. ഉം. ജസ്റ്റ് വീഡിയോ കണ്ടിട്ട് പ്രാക്ടീസ് ചെയ്തു. ഇത് 2-3 മാസം. കോഴ്സിൽ വന്നിട്ട് ഇപ്പൊ എത്ര മാസമായി? ഞാന് കഴിഞ്ഞ ആ, ഡിസംബർ അവസാനം, ഉം. ഡിസംബർ, നവംബർ, ഡിസംബർ ആ ഒരു സമയത്ത്. അപ്പൊ ഏകദേശം ഒരു 3-4 മാസം അടുത്താവുന്നുള്ളൂ അല്ലേ? ആ, ആ, ആ. യെസ്. എന്തൊക്കെ ടൂൾസ് എന്തൊക്കെ യൂസ് ചെയ്യുന്നത് ഇപ്പൊ വരയ്ക്കാനായിട്ട്? ഞാനിപ്പോ അത് വരയ്ക്കാൻ ആർട്ട് ലൈനിന്റെ പെൻസിൽ, സ്റ്റെഡ്ലറിന്റെ ഒരു പെൻസിലാണ് ഉള്ളത്. ഏതൊക്കെ ഗ്രേഡാ പെൻസിൽ യൂസ് ചെയ്യുന്നതിൽ? ഗ്രേഡ് ഞാൻ ആ വടപ്പാടമൊക്കെ വരയ്ക്കാനായിട്ട് സ്റ്റെഡ്ലറിന് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. പിന്നെ ഡാർക്ക് ഷെയ്ഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ആർട്ട് ലൈനിന്റെ 8B യൂസ് ചെയ്യാം. പിന്നെ ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം പുതിയൊരു സെറ്റ് 10Bയുടെ ഡോംസിന്റെ ഒരു സെറ്റ് മേടിച്ചായിരുന്നു. ആർട്ട് ലൈനിന്റെ HB പെൻസിൽ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. കൂടുതലും ഇതാണ്, സ്റ്റെഡ്ലർ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ ഇത് ഓക്കെ. HB ആണ്. എന്ത് സബ്ജക്റ്റ് വരയ്ക്കാൻ ഇഷ്ടം കൂടുതലും? അങ്ങനെ ഡ്രോയിങ്ങിലാണ്. ഉം. പോർട്രേറ്റ്. Okay. നമ്മുടെ ഇപ്പൊ കോഴ്സ് എവിടെ വരെ എത്തി? HUZ ഫേഷ്യൽ ഫീച്ചേഴ്സ്. ഓക്കെ ഓക്കെ. എ ടു സെഡ് ഫേഷ്യൽ ഫീച്ചേഴ്സ് നല്ലൊരു ചാപ്റ്ററാ. ഇനി എ ടു സെഡ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് അഡ്വാൻസ് പോർട്രേറ്റ് സ്കെച്ചിങ് കോഴ്സ് വരുന്നുണ്ട് കേട്ടോ. അപ്പം അതിൽ കുറെ കൂടി ഡെപ്തിൽ ഇതെല്ലാം വരയ്ക്കേണ്ട മെത്തേഡുകൾ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. ഇപ്പം ഞാന് നിലവിൽ വീഡിയോസ് ശരിക്കും ലൂമിസ് മെത്തേഡ് വരെ കണ്ടു. എന്നിട്ട് തിരിച്ച് വീണ്ടും ഓരോ ഫേഷ്യൽ ഫീച്ചേഴ്സ് ഒക്കെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. നല്ലത്. ആ കോഴ്സിൻ്റെ അകത്ത് കുറെ കൂടി ഡെപ്ത് ആയിട്ട് പഠിക്കാനായിട്ട് സാധിക്കും. പക്ഷേ എ ടു സെഡ് പെൻസിൽ ഡ്രോയിങ് കോഴ്സ് ചെയ്യുമ്പോൾ ഷെയ്ഡിങ്ങിൽ കുറെ കൂടി ഫോക്കസ് കൊടുത്ത് പ്രാക്ടീസ് കൂടുതൽ ചെയ്തോളൂ കേട്ടോ. കുറെ കൂടി ബെറ്റർ ആക്കാനായിട്ട് ഷെയ്ഡിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഒരു എക്സാമ്പിൾ എടുത്തിട്ടെ കുറച്ച് ഡെപ്തിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഒരു മിനിറ്റ് കേട്ടോ. പോർട്രേറ്റ് ആണ് ഇഷ്ടമെങ്കിൽ പോർട്രേറ്റ് വരച്ചിട്ട് ഇപ്പോൾ ഒരുവിധം കുഴപ്പമില്ലാതെ ഔട്ട്ലൈൻ വരയ്ക്കാൻ പറ്റുന്നുണ്ട്. ഇനി ഔട്ട്ലൈൻ വരച്ചിട്ട് ഷെയ്ഡിങ്ങിൽ കുറെ കൂടി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്ത സ്റ്റേജിലോട്ട് കടക്കാൻ പറ്റും.
അപ്പം അതിനുവേണ്ടി ആ ആ പിൻട്രസ്റ്റിൽ ഞാനിപ്പോൾ സെർച്ച് ചെയ്ത് ഇങ്ങനെയാണ് പോർട്രേറ്റ് ഷെയ്ഡിങ് സിമ്പിൾ അല്ലെങ്കിൽ സിമ്പിൾ പോർട്രേറ്റ് ഷെയ്ഡിംഗ് എന്ന് സെർച്ച് ചെയ്താലും മതി, കുറച്ച് ആ എക്സാമ്പിൾസ് കിട്ടും. അതിൽ ആ ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ ചൂസ് ചെയ്യുക. കണ്ടോ? ആ ആ പിന്നെ നോക്കി കഴിഞ്ഞാൽ ആ ഷെയ്ഡ് എങ്ങോട്ടേക്കാണ്, ഏത് ഡയറക്ഷനിലേക്കാണ് ആർട്ടിസ്റ്റ് വരച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ ഓൾറെഡി ഒരു ചിത്രം കണ്ടാൽ ഔട്ട്ലൈൻ കുഴപ്പമില്ലാതെ വരയ്ക്കാൻ പറ്റുന്നുണ്ടല്ലോ. ആ ഇനി ഷെയ്ഡിങ് ചെയ്യുമ്പോൾ പെൻസിൽ നല്ല രീതിയിൽ ഷാർപ്പൻ ചെയ്തിട്ട് ഡയറക്ഷൻ നോക്കിയിട്ട് ഷെയ്ഡ് ചെയ്യാനായിട്ട് പ്രാക്ടീസ് ചെയ്തോളൂ. അപ്പോൾ ആ ഓരോ ഭാഗങ്ങൾ ഫുള്ളായിട്ട് നോക്കരുത്, ഓരോ ചെറിയ ചെറിയ പോർഷൻ ബൈ പോർഷൻ എടുക്കുക. ഈ ഒരു ഭാഗമാണെങ്കിൽ ഇതിങ്ങനെ താഴത്തോട്ടാണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്, കണ്ണിൻ്റെ ഇവിടെയാണെങ്കിൽ ആ ഇങ്ങനെ ചെരിച്ചിട്ടാണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്, ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ട്, ഇവിടെ താഴത്തോട്ട്, ഇവിടെ ഇങ്ങനെ. ആ അങ്ങനെ ആ ഷെയ്ഡിങ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒബ്സർവേഷൻ സ്കില്ല് കുറെ കൂടി ഇമ്പ്രൂവ് ആവും, ആ പ്രത്യേകിച്ച് പോർട്രേറ്റ് വരയ്ക്കുമ്പോൾ. അപ്പോൾ വരയ്ക്കുന്ന ചിത്രത്തിന് കുറെ കൂടി ക്ലാരിറ്റി കിട്ടും. എന്നിട്ട് അതിൽ തന്നെ പെൻസിലും മാറ്റി മാറ്റി യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അടുത്ത ലെവൽ പോകുന്ന സമയത്ത്. ഇപ്പൊ ഇവിടെയൊക്കെ ലൈറ്റ് പെൻസിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്, പക്ഷേ ഇവിടെ കണ്ടോ, ഇവിടെ രണ്ടാമത്തെ ഒരു ലെയറിൽ കുറച്ചും കൂടി ഡാർക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഒരു 2B 4B പെൻസിലായിരിക്കും. ഇത് HB ആണെങ്കിൽ ഇത് 2B 4B ആയിരിക്കും. ഇത് ചിലപ്പോൾ 6B 8B അല്ലെങ്കിൽ 10B ആയിരിക്കും ഏറ്റവും ഡാർക്ക്. അപ്പം അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ കുറെ കൂടി ബെറ്റർ. അപ്പോൾ ഞാൻ ഇവിടെ ഇവിടെ മെയിനായിട്ട് നമുക്ക് പഠിക്കേണ്ടത് ഈ ഡയറക്ഷനാണ്. ഓരോ പോർട്രേറ്റിലും ഏതൊക്കെ ഡയറക്ഷനിലാണ് ഷെയ്ഡ് ചെയ്യേണ്ടത്, ആ ഒരു പ്രാക്ടീസ്, കുറെ കൂടി പ്രാക്ടീസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഷെയ്ഡിങ് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആവും. പിന്നെ ഡെപ്തും കൂടി ശ്രദ്ധിക്കും. ഇപ്പോൾ നമ്മൾ വരയ്ക്കുന്ന ഡ്രോയിങ്ങിൽ ഡെപ്തിലുള്ള ഷെയ്ഡുകൾ അധികം വന്നിട്ടില്ല, അതും കൂടി നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കണ്ണ് വരച്ചതിൽ എല്ലാം ഒരു ഗ്രേ ടോണാണ് നിൽക്കുന്നത്, പക്ഷേ നമ്മുടെ റെഫറൻസ് ഇപ്പോൾ വേറെ ആർട്ടിസ്റ്റ് വരയ്ക്കുന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കണ്ണിനാണ് ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ ബ്ലാക്ക് പോലെയാണ്. ഇപ്പോൾ പെൻസിൽസ് മാറ്റി യൂസ് ചെയ്താൽ മതി. 10B 8B ഐലാഷസ് വരയ്ക്കാനും കൃഷ്ണമണി വരയ്ക്കാനും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇമ്പ്രൂവ്മെൻറ്റ് വരും. വരയ്ക്കുന്നതിൽ എന്തെങ്കിലും ഡൗട്ട് വല്ലതും ചോദിക്കാനുണ്ടോ? ആ സാറേ, ഈ ഡാർക്ക് കളർ കിട്ടാനായിട്ട് ഹെയറിനൊക്കെ ബ്ലാക്ക് ചാർക്കോൾ ആണ് യൂസ് ചെയ്യേണ്ടത്, അതിനുള്ള ടൂൾസ്? പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ നിൽക്കുന്ന ഒരു സ്റ്റേജിൽ ചാർക്കോളിലോട്ട് പോകണമെന്നില്ല. ഇപ്പം നമ്മൾ നിൽക്കുന്ന സ്റ്റേജിൽ 8B അല്ലെങ്കിൽ 10B പെൻസിൽസ് നല്ല രീതിയിൽ ഷാർപ്പൻ ചെയ്തിട്ട് അധികം പ്രഷർ കൊടുക്കാതെ ഒരു മീഡിയം പ്രഷർ കൊടുത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഡാർക്ക് കളർ കിട്ടും. ചാർക്കോളിലേക്ക് പോകണ്ടെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെയ്ഡിങ് ഇമ്പ്രൂവ് ചെയ്യാതെ ചാർക്കോളിലേക്ക് പോയി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നമ്മൾ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. ചാർക്കോൾ പെട്ടെന്ന് പൊടിഞ്ഞു പോവും, പേപ്പറിൽ അവിടെ ഇവിടെയൊക്കെ ആവും, പിന്നെ നീറ്റ്നെസ് ഇല്ലാതെ വരും, ചിലപ്പോൾ ഭയങ്കര സെൽഫ് കോൺഫിഡൻസിനെ ബാധിക്കും. അപ്പോൾ ഗ്രാഫൈറ്റ് പെൻസിൽ വെച്ചിട്ട് തന്നെ ഷെയ്ഡിങ് ഇമ്പ്രൂവ് ചെയ്തിട്ട് അടുത്ത ലെവലിൽ നമുക്ക് ചാർക്കോൾ അപ്ഗ്രേഡ് ചെയ്യാം. ചാർക്കോൾ നല്ല ടൂൾ, ഏറ്റവും ഡാർക്ക് കളറ് വരുത്താനായിട്ട് പെൻസിൽ ഡ്രോയിങ്ങിൽ ഏറ്റവും ബെസ്റ്റ് ചാർക്കോളാണ്. അത് അടുത്ത ലെവലിൽ ചാർക്കോളിലോട്ട് അപ്ഗ്രേഡ് ചെയ്യാം. അതിൽ വുഡ്ലെസ് ചാർക്കോൾ നോട്ട് ചെയ്ത് വെച്ചാൽ വുഡ്ലെസ് ചാർക്കോൾ പെൻസിൽ ഉണ്ട്, ബ്രിസ്ട്രോ ബ്രാൻഡിൻ്റെ വുഡ്ലെസ് ചാർക്കോൾ പെൻസിൽ നല്ലതാണ്. പക്ഷെ അത് ഷാർപ്പൻ ചെയ്യണമെങ്കിൽ മെക്കാനിക്കൽ ഷാർപ്പനർ വാങ്ങേണ്ടി വരും. വേറെ എന്താ ഡൗട്ട് ഉള്ളത്? പിന്നെ ടൂൾസ് അപ്ഗ്രേഡ് ചെയ്യാണ്ട് ഇനി ഏതൊക്കെ ടൂൾസിലോട്ട് അപ്ഗ്രേഡ് ചെയ്യണം? പേപ്പർ ഏതാ യൂസ് ചെയ്യുന്നത്? പേപ്പർ സാധാ A4 പേപ്പർ ഇതുവരെ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഐവറി ഷീറ്റ് എന്റെ കയ്യിലുണ്ട്, അത് കുറച്ചും കൂടി ഇമ്പ്രൂവ് ആയിട്ട് യൂസ് ചെയ്യാൻ. ഞാൻ നേരത്തെ കാണിച്ച ഷെയ്ഡിങ് പ്രാക്ടീസ് ഇല്ല, അത് ഐവറി ഷീറ്റിൽ ചെയ്തോളൂ. അത് ചെയ്യുമ്പോൾ ഐവറി ഷീറ്റ് എടുക്കുക. പിന്നെ പെൻസിൽസ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ യൂസ് ചെയ്യുന്ന പെൻസിൽസ് തന്നെ യൂസ് ചെയ്യാം. എന്നിട്ട് ഷെയ്ഡിങ് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് ഒരു സമയത്ത് നമുക്ക് ബ്ലെൻഡിങ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ചില പോർട്രേറ്റിൽ ചില ഡ്രോയിങ്ങിൽ തന്നെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ഇത് കണ്ടോ, ഇതിൽ ആക്ച്വലി ബ്ലെൻഡിങ് ഇല്ല, ബ്ലെൻഡ് ചെയ്തിട്ടില്ല. ബ്ലെൻഡ് ചെയ്തൊരു എക്സാമ്പിൾ കാണിച്ചത്, ഇതിലും ബ്ലെൻഡിങ്, യെസ്, ഇതിൽ ലൈറ്റായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട് ഇവിടെയൊക്കെ. അപ്പം അങ്ങനെയുള്ള റെഫറൻസ് പിക്ചർ എടുക്കുമ്പോൾ നമുക്ക് ബ്ലെൻഡിങ് സ്റ്റമ്പോ ടിഷ്യൂ പേപ്പറോ കോട്ടൺ ബഡോ മറ്റോ യൂസ് ചെയ്യാൻ പറ്റും. അത് ആ സ്മൂത്തായിട്ട് സ്കിൻ നിൽക്കുന്ന ഭാഗത്ത് മാത്രം. ഇപ്പോൾ ഈ ഒരു ചിത്രമാണെങ്കിൽ തന്നെ ഇവിടെ നമുക്ക് വേണമെങ്കിൽ മൂക്കിൻ്റെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ റൗണ്ടായിട്ട് ബ്ലെൻഡിങ് സ്റ്റമ്പ് കൊണ്ട് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു എഫക്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് ഷെയ്ഡിങ് ഇമ്പ്രൂവ് ചെയ്തതിന് ശേഷം മാത്രം വേണം ചെയ്യാൻ, അല്ലെങ്കിൽ ഭയങ്കര കൺഫ്യൂഷൻ ആവും നമുക്ക്. മനസ്സിലായി ഞാൻ പറഞ്ഞേ? ഷെയ്ഡിങ് ഇമ്പ്രൂവ് ചെയ്തതിന് ശേഷം പിന്നെ എടുക്കുന്ന ചിത്രങ്ങൾ കുറച്ചും കൂടി അടുത്ത ലെവല്, ഇതിലൊക്കെ ബ്ലെൻഡിങ് ഉണ്ട് നല്ല രീതിയിൽ. അടുത്ത ലെവല് റെഫറൻസ് പിക്ചർ ചൂസ് ചെയ്യാം നമുക്ക്, അപ്പോൾ ബ്ലെൻഡിങ് ചെയ്യാം നമുക്ക്. യെസ്, വേറെന്താ ഡൗട്ട്? പിന്നെ ഇൻട്രസ്റ്റിൽ നിന്ന് റെഫറൻസ് പിക്ചർ എടുത്തിട്ടാണ് ചെയ്തത്. അപ്പൊ ആ റെഫറൻസ് പിക്ചർ എനിക്ക്
റെഫറൻസ് പിക്ചർ നമ്മൾ വരച്ചിട്ടും കൂടെ ആഡ് ചെയ്യാനായിട്ട് പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അത് എങ്ങനെയാണെന്ന് അറിയാൻ പറ്റും. അത് ഞാൻ മൊബൈലിലുണ്ടല്ലോ, ഇന്ന് ഞാൻ പോസ്റ്റ് ചെയ്തു. പറഞ്ഞുതരാം. ആ, ഫേസ്ബുക്കിൽ ജസ്റ്റ് ഒരുമിച്ച് സെലക്ട് ചെയ്ത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ആവും. പക്ഷെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. പിൻട്രസ്റ്റിലുള്ളത് പിൻട്രസ്റ്റിലുള്ളത് നമ്മള് ഫോട്ടോ ഗാലറിയിൽ വന്നെങ്കിലല്ലേ അത് എടുക്കാം. അപ്പൊ അതെങ്ങനെയാ പിൻട്രസ്റ്റിലുള്ളത് ഗാലറിയിലോട്ട് വരുന്നത്? കാണിച്ചു തരാം. പിൻട്രസ്റ്റ് എടുക്കുമ്പോൾ ഇവിടെ കണ്ടോ 3 ഡോട്ട് പോലെ, അവിടെ ഡൗൺലോഡ് ഇമേജ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ക്ലിക്ക് ചെയ്താൽ മതി. ആ, 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 മൊബൈലിലാണെങ്കിലും സെയിം പോലെ തന്നെ ഓപ്ഷൻ ഉണ്ടാവും. 3 ഡോട്ട്. ഉം. ഒരു മൊബൈൽ ഞാൻ ചെക്ക് ചെയ്തിട്ട് ഇപ്പം തന്നെ പറയാം. ആ മൊബൈലിലാണെങ്കിലും ടോപ്പ് റൈറ്റിൽ 3 ഡോട്ട് വരും. ഇതുപോലെ തന്നെ ഒരു ഐക്കൺ ഉണ്ട്, അതിൽ ഡൗൺലോഡ് ഇമേജ് ഉണ്ട്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ മൊബൈലിലോട്ട് ഡൗൺലോഡ് ആവും. കമ്പ്യൂട്ടറിലാണെങ്കിൽ നേരെ കമ്പ്യൂട്ടറിലോട്ട് ഡൗൺലോഡ് ആവും. ആ, ആ, ആ. ഇപ്പോൾ റെഫറൻസ് പിക്ചർ നമ്മുടെ ഗ്രൂപ്പിൻ്റെ അകത്ത്, എസ്പെഷ്യലി നമ്മുടെ ഗ്രൂപ്പിൻ്റെ അകത്ത് പോസ്റ്റ് ചെയ്യുമ്പോൾ റെഫറൻസ് പിക്ചർ നമ്മൾ വരയ്ക്കുന്ന പിക്ചറും കൂടി ഒരുമിച്ച് പോസ്റ്റ് ചെയ്യണമെങ്കിൽ ബാക്കിയുള്ള സ്റ്റുഡൻസിന് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. വ്യത്യാസങ്ങൾ പറഞ്ഞു തരാനായിട്ട് എളുപ്പമുണ്ടാവും. ഞാൻ ഇത് റെഫറൻസ് പിക്ചർ എന്നിട്ട് ഇന്നലെ വരച്ചത് ഞാൻ ഫോട്ടോ എടുത്തിട്ടാണ് ഇട്ടത്. ഡൗൺലോഡ് ചെയ്തോ? ഉം. ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. എല്ലാ ചിത്രങ്ങളും നമ്മുടെ പിൻട്രസ്റ്റിൽ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ കമ്മീഷൻ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യണമെന്നുണ്ട്. പിന്നെ അതേപോലെ ഓൺലൈൻ ക്ലാസ്സും സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇനി എന്താ പ്രിപ്പറേഷൻ ഒക്കെ ചെയ്യേണ്ടത്? കമ്മീഷൻ വർക്കിന്റെ വീക്കിലി മീറ്റിംഗ് കണ്ടിരുന്നോ? മറ്റേ സുജി മുരളിയുടെ. അതെ 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 അതെ. കണ്ടിരുന്നു. അതൊരു വട്ടം കൂടി കണ്ടിട്ട് നോട്ട് ചെയ്ത് അതിൽ കുറേ കാര്യങ്ങൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. കമ്മീഷൻ വർക്ക് എടുക്കുന്ന സമയത്ത് വർക്ക് കിട്ടുക എന്നതിലുപരി കിട്ടുന്ന വർക്ക് നമ്മൾ പ്രൊഫഷണലായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും വർക്ക് കിട്ടും. അപ്പം അതെങ്ങനെയാണ് പ്രൊഫഷണലായിട്ട് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒരു വീക്കിലി മീറ്റിങ്ങിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റെക്കോർഡിങ് കാണാം. ഇനി വരുന്ന ദിവസങ്ങളിൽ ഞാൻ ഓൺലൈൻ ക്ലാസ് എങ്ങനെയാണ് ചെയ്യുന്നത്, ഞാൻ ആക്ച്വലി പുതിയ സ്റ്റുഡിയോ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുക, വേറെ സ്ഥലത്തോട്ട് മാറുകയാണ്. ആ, അങ്ങോട്ടേക്ക് മാറിക്കഴിഞ്ഞാൽ അതിൻ്റെ ആ, വിശേഷങ്ങൾ ഷെയറിൻ്റെ ഒപ്പം തന്നെ ഓൺലൈൻ ക്ലാസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ഒരു വീക്കിലി മീറ്റിങ്ങിൽ എന്തായാലും ഷെയർ ചെയ്യാം. അത് എങ്ങനെയാ സ്റ്റാർട്ട് ചെയ്യേണ്ടുള്ളത് എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. ഫസ്റ്റ് നമ്മൾ എങ്ങനെ സ്റ്റെപ്പ് ചെയ്യണമെന്നുള്ള. ഒന്നാമത്തെ കാര്യം, ആർക്ക് വേണ്ടിയിട്ടാണ് ക്ലാസ് എടുക്കുന്നത് എന്നുള്ള ക്ലാരിറ്റി വരുത്തുക. അപ്പം എൻ്റെ കാര്യം അറിയാമല്ലോ, ഞാൻ കൂടുതലും പ്രായമായിട്ടുള്ളവർക്കാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പം നമ്മുടെ ഒരു സ്കില്ല് വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഡ്രോയിങ് സ്റ്റൈല് വെച്ചിട്ട് നമ്മുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ആർക്ക് വേണ്ടിയിട്ടാണ് ക്ലാസ് എടുക്കുന്നതെന്ന് ആദ്യമേ തന്നെ ഡിഫൈൻ ചെയ്യുക. അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എനിക്ക് മ്യൂറൽ പെയിൻറ്റിങ് അറിയില്ല. പക്ഷേ മ്യൂറൽ പെയിൻറ് സ്റ്റുഡൻറ്റിന് ഞാൻ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എനിക്കത് നെഗറ്റീവ് ഫീഡ്ബാക്ക് ആയിട്ട് വരും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ അടുത്തുള്ളത് അത് മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പഠിക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ സ്കിൽ സെറ്റ് വെച്ചിട്ട് ആർക്കാണ് പഠിപ്പിക്കാൻ കൊടുക്കുക, പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് സാധിക്കുക, ആ ഓഡിയൻസിനെ ഡിഫൈൻ ചെയ്യുക. ചിലപ്പോൾ ചെറിയ കുട്ടികൾക്കായിരിക്കും, ചിലപ്പോൾ പ്രായമുള്ളവർക്കായിരിക്കും, ചിലപ്പോൾ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്ക് മാത്രമായിരിക്കും, ചിലപ്പോൾ പോർട്രേറ്റ് ആയിരിക്കും, ചിലപ്പോൾ കാർട്ടൂൺ ആയിരിക്കും, ചിലപ്പോൾ ലൈൻ ഡ്രോയിങ് ആയിരിക്കും. അത് ഡിഫൈൻ ചെയ്തിട്ട് അതിലൊരു സിലബസ് ഉണ്ടാക്കുക. ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ് ചെയ്യേണ്ടത്. ആർക്ക് വേണ്ടിയിട്ടാണ്, എന്താണ് പഠിപ്പിക്കുന്നത്, എന്നിട്ട് അത് നമ്മൾ കുറച്ചും കൂടി പ്രാക്ടീസ് ചെയ്ത് റിഫൈൻ ചെയ്യുക. അപ്പോൾ ലൈൻ ഡ്രോയിങ് മാത്രമേ പഠിപ്പിക്കുന്നുള്ളെങ്കിൽ കൂടി ലൈൻ ഡ്രോയിങ്ങിൻ്റെ അകത്ത് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കാൻ പറ്റും. അതൊക്കെ നെറ്റിൽ നിന്ന് റെഫർ ചെയ്യാം, വേറെ വേറെ ഓൺലൈൻ കോഴ്സുകൾ അറ്റൻഡ് ചെയ്യാം, അത് ചെയ്യുന്നവരുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കാം. എന്നിട്ട് നല്ലൊരു സിലബസ് സെറ്റ് ചെയ്തിട്ട് വേണം ക്ലാസ്സുകൾ അനൗൺസ് ചെയ്യാനായിട്ട്. സിലബസ് എങ്ങനെ സെറ്റ് ചെയ്യേണ്ടുള്ള ഒരു സിലബസ് നമ്മുടെ A to Z എന്തൊക്കെ. പെൻസിൽ ഡ്രോയിങ് കോഴ്സ് കാണുമ്പോൾ മനസ്സിലാവുന്നില്ല എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത്. ഒരു ചാപ്റ്റർ, അതിൻ്റെ താഴെ താഴെ ടോപ്പിക്ക്. ഇപ്പോൾ ലൈൻ ഡ്രോയിങ്ങിൽ തന്നെ ഇപ്പോൾ ബേസിക് ഷേപ്പ് വരയ്ക്കണം എന്ന് വിചാരിക്കും. അപ്പോൾ ബേസിക് ഷേപ്പ് എന്ന് പറയുന്നത് ഒരു ചാപ്റ്റർ ആക്കി എടുക്കുക. എന്തൊക്കെ ബേസിക് ഷേപ്പ് ഉണ്ട് ഓരോരോ ടോപ്പിക്ക്. അപ്പോൾ സർക്കിൾ ഒരു ബേസിക് ഷേപ്പ്, അപ്പോൾ ലൈൻ ഡ്രോയിങ് ഉപയോഗിച്ച് അങ്ങനെ സർക്കിൾ എങ്ങനെ വരയ്ക്കാം ഒരു ടോപ്പിക്കായി, അങ്ങനെ അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഏറ്റവും ബെറ്റർ സ്റ്റാർട്ടിങ്ങിൽ ലൈവായിട്ട് ക്ലാസ് എടുത്ത് പ്രാക്ടീസ് ചെയ്യുന്നതാണ്, ലൈവായിട്ട്. പക്ഷെ അതിന് സിലബസ് വേണം. ലൈവായിട്ട് എടുക്കുകയാണെങ്കിലും പ്രോപ്പറായിട്ട് എന്താ പഠിപ്പിക്കണമെന്ന് സിലബസ് സെയിം പോലെ തന്നെ സിലബസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. പിന്നെ ഈ ടീച്ചബിൾ പ്ലാറ്റ്ഫോമിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞിട്ടുള്ളൂ. ടീച്ചബിളിനേക്കാളും നല്ലത് ടാഗ് മാംഗോ എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം ഉണ്ട് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട്. ഞാൻ ടീച്ചബിൾ യൂസ് ചെയ്യുന്നതിന് ടാഗ് മാംഗോ. ഞാൻ ടീച്ചബിൾ യൂസ് ചെയ്യുന്നതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം ഓട്ടോമേഷൻ ആണ്. കാരണം എൻ്റെ അടുത്തൊരു പേയ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ ഞാൻ റേസർ പേ വഴിയാണ് പേയ്മെൻറ്റ് എടുക്കുന്നത്, അറിയാലോ.
അഡ്മിഷൻ എടുത്ത സമയത്ത് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് പേയ്മെൻറ്റ് ചെയ്തിട്ടാണല്ലോ അഡ്മിഷൻ എടുത്തത്. പക്ഷെ അത് ഓട്ടോമാറ്റിക്കലി പേയ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി കോഴ്സിൻ്റെ ആക്സസ് ലിങ്ക് ഒക്കെ ഓട്ടോമാറ്റിക്കലിയാണ് നിങ്ങളുടെ വാട്സപ്പിലോട്ട് വരുന്നത്. അപ്പം അതിന് ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്ന കുറേ സിസ്റ്റംസ് ഉണ്ട്. ഇതിനെല്ലാം കണക്ട് ചെയ്യുന്ന ഓട്ടോമേഷൻ സോഫ്റ്റ്വെയർസ് ഉണ്ട്. ഈ സോഫ്റ്റ്വെയർക്ക് കണക്ട് ചെയ്യണമെങ്കിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ടീച്ചബിളിൻ്റെ പ്രോ വെർഷൻ അത് ഏകദേശം ഒരു മാസം 15,000 അടുത്ത് എമൗണ്ട് വരുന്നുണ്ട് എല്ലാ മാസവും. പ്രോ വെർഷനാണ് എടുത്തിരിക്കുന്നത്. പക്ഷെ അതിനേക്കാളും നല്ലത് സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ഏറ്റവും ബെറ്റർ ടാഗ് മാംഗോ ആണ്. യൂട്യൂബിൽ വീഡിയോ എടുക്കുന്നുണ്ട്, ചെക്ക് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. പക്ഷെ ലൈവ് എടുത്ത് സ്റ്റാർട്ട് ചെയ്യണം. കാരണം ഈ റെക്കോർഡിനേക്കാൾ പോകുന്നതിനേക്കാൾ മുമ്പ് ആ ഒരു എക്സ്പീരിയൻസ് വേണമല്ലോ നമുക്ക്. ക്യാമറയ്ക്ക് മുമ്പിൽ സംസാരിച്ച് പ്രസൻറ്റ് ചെയ്ത്, അതാണ് ഏറ്റവും ബെറ്റർ. അതിനുശേഷം ഒരു കോൺഫിഡൻസ് ആവുന്ന സമയത്ത് നമുക്ക് റെക്കോർഡ് കോഴ്സുകളും ചെയ്യാനായിട്ട് പറ്റും. പിന്നെ പേഴ്സ്പെക്റ്റീവ് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടാ തോന്നിയത്. അപ്പൊ അത് ഞാൻ ശരിക്കും പോർട്രേറ്റിലോട്ട് വരാൻ വേണ്ടി സ്കിപ്പ് ചെയ്തു. ഇടയ്ക്ക് വീക്ക്ലി മീറ്റിംഗിൽ ഞാൻ ഹാൻഡ് റൈസ് ചെയ്തായിരുന്നു, പക്ഷെ അന്ന് സമയക്കുറവ് കൊണ്ട് വിളിക്കാൻ പറ്റിയില്ലായിരുന്നു. അപ്പൊ പിന്നീട് ഞാൻ സ്കിപ്പ് ചെയ്യുക ചെയ്തു. പെർസ്പെക്റ്റീവ് ഉണ്ടല്ലോ, അത് തിയറി കേൾക്കണം, പക്ഷേ കൂടുതലും റിയൽ ലൈഫ് കാര്യങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്ത് മനസ്സിലാക്കാനായിട്ട് നോക്കിയാൽ മതി. ഞാൻ സിമ്പിൾ എക്സാമ്പിൾ ഞാൻ ഇപ്പം തന്നെ പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഒരു മിനിറ്റ് കേട്ടോ. ഈ ഒരു പിക്ചർ കാണുന്നുണ്ടോ? ഇത് 1 പോയിന്റ് പെർസ്പെക്റ്റീവ് ആണ്. അതായത് ഇതിലെ ചില ലൈൻസ് ഒരു പോയിന്റിൽ ചെന്നെത്തുന്ന പോലത്തെ ഒരു ഫീൽ. ഈ ലൈൻ ശരിക്കും റോഡിന്റെ ലൈനാ അല്ലേ, വഴിയുടെ ലൈനാ. ഇത് ശരിക്കും പാരലലാണ്. പക്ഷെ ഇങ്ങനെ നേരെ നോക്കുന്ന സമയത്ത് ഇതിങ്ങനെ പോയി 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 ചെറുതായി ഒരു പോയിന്റിൽ മുട്ടുന്ന പോലെ തോന്നും. എല്ലാ ലൈൻസും അങ്ങനെ മുട്ടുന്നുണ്ടോ? ഇല്ല. ചില ലൈൻസ് മാത്രമേ ഒരു പോയിന്റിൽ മാത്രമേ മുട്ടുന്നുള്ളൂ. ഇപ്പൊ ഈ ലൈൻ നോക്കി, പെർപെൻഡിക്കുലർ ആയിട്ട് പോകുന്ന ലൈൻ എവിടെയും മുട്ടുന്നില്ല, അത് പാരലായിട്ട് തന്നെ മുകളിലോട്ട് പോവുക ചെയ്യുന്നത് അല്ലേ. ഈ ലൈൻ നോക്കി, ഈ ലൈൻ എവിടെയെങ്കിലും മുട്ടുന്നുണ്ടോ നീട്ടി വരച്ചു കഴിഞ്ഞാല്? ഇല്ല. ഈ പർട്ടിക്കുലർ ലൈൻസ് മാത്രം, ഇങ്ങനെ ചെരിവുള്ള ലൈൻസ് മാത്രം, ഇത് ഇവിടെ ഇങ്ങനെ ഇത് കണക്ട് ചെയ്ത് വരച്ചാലും ഇവിടെ മുട്ടും. കണ്ടോ ഇതിന്റെ മേൽക്കൂരയിൽ? അപ്പോൾ ഒരു പോയിന്റിൽ മാത്രമേ ചില പർട്ടിക്കുലർ ലൈൻസ് മുട്ടുന്നുള്ളൂ. അതുകൊണ്ടാണ് അതിന് 1 പോയിന്റ് പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത്. ഒരു വാനിഷിംഗ് പോയിന്റേ ഉള്ളൂ. ഇത് മനസ്സിലായോ? ഇതെന്തുകൊണ്ടാണ് ഇവിടെ ചെന്ന് മുട്ടുന്ന പോലെ തോന്നുന്നതെന്ന് അത് റിയൽ ആയിട്ട് അറിയാലോ. ഇത് ദൂരേക്ക് പോകുന്നതോറും വസ്തുക്കൾ ചെറുതായി പോകുന്നൊരു ഫീല് കിട്ടും. അപ്പോൾ ഈ ലെങ്ത്തും ദൂരേക്ക് പോകുമ്പോൾ ചെറുതായി പോകുന്ന പോലെ നമുക്ക് തോന്നും. അതുകൊണ്ടാണ് ഇത് ദൂരെ പോയിട്ട് കണക്ട് ആവുന്ന പോലെ നമുക്ക് ഫീൽ ആവുന്നത്. ഇപ്പോൾ ഈ ബിൽഡിംഗ് ആണെങ്കിലും, സെയിം ഹൈറ്റുള്ള ബിൽഡിംഗ് ആണെങ്കിലും, സെയിം ഹൈറ്റുള്ള മരമാണെങ്കിലും, ദൂരേക്ക് പോകുമ്പോൾ ചെറുതായി പോയി ഈ പോയിന്റിൽ വാനിഷ് ചെയ്യുന്ന പോലെ, വാനിഷിംഗ് പോയിന്റ്. 1 പോയിന്റ് പെർസ്പെക്റ്റീവ്, ഒരു വാനിഷിംഗ് പോയിന്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ക്ലിയർ ആണോ? ഇനി രണ്ടാമത്തെ 2 പോയിന്റ് പെർസ്പെക്റ്റീവ് ആണ്. ഇപ്പം ഈ ഒരു ഡ്രോയിങ്ങിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഇത് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈനാ. ഇത് എവിടെയും ചെന്ന് മുട്ടുന്നില്ല. ഇത് എത്ര നീട്ടി വരച്ചാലും എവിടെയും ചെന്ന് മുട്ടുന്നില്ല അല്ലേ. പക്ഷേ ഈ ലൈൻ ഒരു പോയിന്റിൽ ചെന്ന് മുട്ടും, ഈ താഴത്തെ ലൈൻ ഒരു പോയിന്റിൽ ചെന്ന് മുട്ടും. പക്ഷെ ഈ സൈഡിലത്തെ ലൈൻ ഒരു പോയിന്റിൽ ചെന്ന് മുട്ടും, ഇവിടുത്തെ ഒരു പോയിന്റ്. അപ്പൊ 2 വാനിഷിംഗ് പോയിന്റ് ഉണ്ട്. കണ്ടോ? ഇവിടെ 2 വഴികളും ഇങ്ങനെയാ പോകുന്നത്, അങ്ങോട്ടും ഇങ്ങടാ പോകുന്നത്. അപ്പോൾ വാനിഷിംഗ് പോയിന്റ് 2 വന്നു. ഇത് എപ്പോഴാ ഇതിന്റെ റിയൽ സിറ്റുവേഷൻ മനസ്സിലാക്കിയാൽ മതി. ഇവിടെ ഒന്നുമില്ല, ഈ റോഡിന്റെ ഫ്രണ്ടിൽ ഒരാൾ നിൽക്കുക, അപ്പോൾ റോഡ് ദൂരേക്ക് പോയി മുട്ടുന്ന പോലെ തോന്നും. ഇവിടെ ഈ ബിൽഡിങ്ങിന്റെ ഒരു കോർണറിന്റെ ഉണ്ടല്ലോ, അതിന്റെ ഫ്രണ്ടിൽ വന്നിട്ട് അയാൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ബിൽഡിങ്ങിന്റെ ഈ സൈഡ് ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കും, ഈ സൈഡ് ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കുന്ന പോലെ തോന്നും. 2 സൈഡ് ചെരിവുള്ളതുകൊണ്ട് തന്നെ, അത് പാരലൽ അല്ലാത്തതുകൊണ്ട് തന്നെ ഈ ചെരിഞ്ഞത് ഒരു വാനിഷിംഗ് പോയിന്റിലോട്ട് പോകുന്ന പോലത്തെ ഒരു ഫീൽ കിട്ടും. മനസ്സിലാവുന്നുണ്ട്? അതാണ് 2 പോയിന്റ് പെർസ്പെക്റ്റീവ്. അയാൾ നിൽക്കുന്നതിന്റെ പൊസിഷൻ അങ്ങനെ ആയതുകൊണ്ടാണ്. കൂടാതെ അയാൾ നേരെ നോക്കുന്ന ഈ ലൈൻ നോക്കിയേ, ഈ ലൈൻ ഇതെല്ലാം പാരലൽ ലൈൻസാ. അത് പക്ഷെ ഇത് എവിടെയും ചെന്ന് മുട്ടുന്നില്ല. അത് നേരെ വരച്ചാലും പാരലായിരിക്കും, മുകളിലോട്ട് പോകും. പക്ഷെ ഇതും ഒരു പോയിന്റ് മുട്ടും, ഇതും ഒരു പോയിന്റ് മുട്ടും. 2 പോയിന്റ് കിട്ടി, വാനിഷിംഗ് പോയിന്റ് കിട്ടി. ഈ റോഡും ഒരു വാനിഷിംഗ് പോയിന്റിലോട്ട് പോകുന്ന, ഈ റോഡും ഒരു വാനിഷിംഗ് പോയിന്റിലോട്ട് പോകുന്ന. ഈ 3 പോയിന്റ് പറഞ്ഞുതരാം. ഇതാണ് 3 പോയിന്റ് പെർസ്പെക്റ്റീവ്.
ഇവിടെ നിൽക്കുന്ന ഒരാള് ആ ബിൽഡിങ്ങിന്റെ കറക്റ്റ് നേരെ നിൽക്കുന്നത്, ആ ബിൽഡിങ്ങിന്റെ കറക്റ്റ് സ്ട്രെയിറ്റാ നോക്കുന്നത്. പക്ഷെ ഇവിടെ ബിൽഡിങ്ങിന്റെ താഴെ നിന്നിട്ട് മുകളിലോട്ട് നോക്കുന്നത്. വ്യത്യാസം മനസ്സിലായോ? സെയിം ബിൽഡിംഗ് തന്നെയാ, ഇവിടെ നേരെ നോക്കുന്നു, ഇവിടെ താഴെ നിന്ന് മുകളിലോട്ട് നോക്കും. അപ്പൊ എന്ത് പറ്റും? ഇവിടെ കണ്ടോ, ഈ രണ്ട് എഡ്ജും പാരലാണ്. പക്ഷെ താഴെ നിന്ന് മുകളിലോട്ട് നോക്കുന്ന സമയത്ത് ഇത് ഇങ്ങനെ ആയിരിക്കും കാണുന്നുണ്ടായിരിക്കുക, അല്ലേ? ചെരിഞ്ഞിട്ടായിരിക്കും. അതാണ് ഇവിടെ വരച്ചിരിക്കുന്നത്, കണ്ടോ? അങ്ങനെ ചെരിഞ്ഞത് കൊണ്ട് തന്നെ അത് നീട്ടി വരച്ചു കഴിഞ്ഞാൽ മുകളിൽ മൂന്നാമതൊരു പോയിന്റിൽ ചെന്ന് മുട്ടും. അതാണ് 3-point പെർസ്പെക്റ്റീവ്. അതായത് കാണുന്ന ആളിന്റെ പൊസിഷൻ, ആളെങ്ങനെയാണ് നോക്കുന്നത്, അതിനനുസരിച്ചിട്ടാണ് ഇതെല്ലാം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഈ നിൽക്കുന്ന ആള് തന്നെ ഈ ബിൽഡിങ്ങിന്റെ കോർണറിലോട്ടാണ് നോക്കുന്നതെങ്കിലോ എന്ത് പറ്റും? 2-point പെർസ്പെക്റ്റീവ് ആയി. കാരണം ഈ സ്ട്രെയിറ്റ് ലൈൻ അതുപോലെ തന്നെ നിൽക്കും, ഇങ്ങോട്ടേക്ക് ഇത് ചെരിയും, ഈ ചെരിവ് ഇങ്ങോട്ടേക്ക് ചെരിയും. മനസ്സിലാവുന്നുണ്ടോ? അതാണ് ഇവിടെ കണ്ടിരിക്കുന്നത്. അയാൾ തന്നെ ബിൽഡിങ്ങിന്റെ താഴെ പോയിട്ട് മുകളിലോട്ട് നോക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഈ ചെരിവ് ഇങ്ങോട്ടേക്ക് ഉണ്ടാവും, ഈ ചെരിവ് ഇങ്ങോട്ടേക്ക് ഉണ്ടാവും, ഇത് ഇങ്ങനെ ചെരിയും. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമ്മുടെ വരയ്ക്കുന്ന ഡ്രോയിങ്ങിൽ ഒന്ന് ചിന്തിക്കണ്ട, ഇതൊക്കെ ഒരു എക്സാമ്പിൾ ആക്കി എടുത്താൽ മതി. ഒരു ചെറിയൊരു ഒരു സ്റ്റോറി നമ്മൾ ബിൽഡ് ചെയ്യാന്ന് വിചാരിക്കും. ഒരാൾ ഒരു മരത്തിന്റെ താഴെ നിന്നിട്ട് മുകളിലോട്ട് നോക്കുകയാണ്. മരത്തിന്റെ മുകളിൽ എന്തെങ്കിലും കഴിക്കാൻ വല്ല ഫ്രൂട്ട് ഉണ്ടോ എന്ന് നോക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഏത് പെർസ്പെക്റ്റീവിൽ വരയ്ക്കണം? 3-point വരയ്ക്കണം. കാരണം അയാൾ താഴെ നിൽക്കുന്ന മുകളിലോട്ട് നോക്കുന്ന സമയത്ത് ആ മരത്തിന്റെ തടി ഭാഗം മുകളിൽ പോയിട്ട് ഇങ്ങനെ ചെറുതായി ചെറുതായി വരുന്ന പോലത്തെ ഒരു ഫീല് കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? അത്രേ ഉള്ളൂ. നമ്മൾ വരയ്ക്കുന്ന ഡ്രോയിങ് ആയിട്ട് കമ്പയർ ചെയ്താൽ മതി. പിന്നെ പെർസ്പെക്റ്റീവ് ലാൻഡ്സ്കേപ്പ് എന്നൊക്കെ പറഞ്ഞ് പിൻട്രസ്റ്റിൽ പോയി സെർച്ച് ചെയ്യുക, എന്നിട്ട് വെറുതെ കിട്ടുന്ന റെഫറൻസ് പിക്ചർ എടുക്കുക, അത് വരയ്ക്കുക. അത് വരയ്ക്കുന്ന സമയത്ത് ആലോചിക്കുക, ഇത് എന്ത്, ഇപ്പൊ നോക്കി പെട്ടെന്ന് മനസ്സിലാവുന്നില്ല, ഇത് എന്ത് പോയിന്റ് പെർസ്പെക്റ്റീവാ? 2 point. സിമ്പിൾ, അത്രേ ഉള്ളൂ. കാരണം 2 വാനിഷിംഗ് പോയിന്റ് ഉണ്ട്, മൂന്നാമത് വാനിഷിംഗ് പോയിന്റ് ഇല്ല. കാരണം ഇതെല്ലാം പാരലലാ, മൂന്നാമത്തെ വാനിഷിംഗ് പോയിന്റ് ഇല്ല. ഇതും 2 പോയിന്റാ, കാരണം മൂന്നാമത്തെ വാനിഷിംഗ് പോയിന്റ് ഇല്ല. ചില ചിത്രങ്ങൾ 3 പോയിന്റ് നമുക്ക് കിട്ടും. ഇതൊക്കെ ഇത് 3 പോയിന്റാ. ഇത് എന്തുകൊണ്ടാണ് 3 പോയിന്റ് വരുന്നത്? ഇത് ആക്ച്വലി ഇങ്ങനെ വിടർന്ന് പോകുക ചെയ്യുന്നത്. പക്ഷെ ഇത് താഴത്തോട്ട് വരച്ചു കഴിഞ്ഞാൽ മൂന്നാമത്തെ പോയിന്റ് താഴെ കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? ഇത് ബേഡ്സ് ഐ വ്യൂ എന്ന് പറയും, മുകളിൽ നിന്ന് താഴെ നോക്കുന്ന പോലെ. പക്ഷെ ഇതും 3 പോയിന്റ് തന്നെ. ഈ എഡ്ജെല്ലാം അറ്റത്തും റൈറ്റും ലെഫ്റ്റും വാനിഷിംഗ് പോയിന്റ് ഉണ്ടാക്കും, താഴെ അടുത്ത വാനിഷിംഗ് പോയിന്റ് കിട്ടും. ഇപ്പൊ മനസ്സിലായോ? അതിന് അപ്ലിക്കേഷൻ വെച്ച് ചിന്തിച്ചാൽ മതി. തിയറി ഒരുപാട് ആലോചിച്ച് കൺഫ്യൂഷൻ ആക്കണ്ട. എന്നിട്ട് ഈ ബിൽഡിങ്ങുകൾ ഇതുപോലെ വരയ്ക്കുന്ന സമയത്ത് സ്കെയിൽ വെക്കുക. ഇപ്പോൾ ഈ ഒരു എഡ്ജ് വരയ്ക്കുന്ന സമയത്ത് ഈ ഒരു വാനിഷിംഗ് പോയിന്റ് ചിലപ്പോൾ പേപ്പറിന്റെ പുറത്തായിരിക്കും വാനിഷിംഗ് പോയിന്റ്. നീളമുള്ള സ്കെയിൽ ഉപയോഗിച്ചിട്ട് അവിടെ ഒരു വാനിഷിംഗ് പോയിന്റ് ഉണ്ടെന്ന് സങ്കല്പിച്ചിട്ട് അതിലോട്ട് എഡ്ജ് വരയ്ക്കാം. അടുത്ത എഡ്ജ് വരയ്ക്കുമ്പോഴും ചിലപ്പോൾ ഇത്തിരി ഹൈറ്റ് കൂടിയ ബിൽഡിംഗ് ആണെങ്കിലും ആ വാനിഷിംഗ് പോയിന്റിലോട്ടായിരിക്കും സ്കെയിൽ വെക്കുന്നുണ്ടായിരിക്കുക. കണ്ടോ? അപ്പൊ ചെരിവ് നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും. അതാണ് വരയ്ക്കുമ്പോൾ ഉള്ള ടെക്നിക്ക്. വേറെന്ത് ഡൗട്ടുള്ളേ? പിന്നെ ബ്ലാക്ക് കളർ സാറ് വീഡിയോക്കകത്തൊരു മാസ്ക് എന്ന പെൻസിലിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. അപ്പൊ അത് ബ്ലാക്ക് കളർ കിട്ടുന്നതിന് ഒരു ബ്ലാക്ക്, എന്ത് പെൻസിലായിരുന്നു? അത് ഇപ്പൊ ഞാൻ ഓർക്കാൻ, മാസ്ക് അങ്ങനെ എന്തോ ആണ്. മാർസ് ലൂമോ, അത് സ്റ്റെഡ്ലറിന്റെ മാർസ് ലൂമോഗ്രാഫ് എന്ന് പറഞ്ഞിട്ട് MARSLUMOGRAPH മാർസ് ലൂമോഗ്രാഫ് പെൻസിൽ എന്ന് പറഞ്ഞിട്ട് കുറച്ചും കൂടി ഡെപ്ത് ഉള്ള ഡാർക്കുള്ള പെൻസിൽസ് ഉണ്ട്. പക്ഷെ അത് വാങ്ങാനായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല. കാരണം അതിനേക്കാളും നല്ലത് ചാർക്കോളിലോട്ട് ജമ്പ് ചെയ്യുന്നതാണ്. അത് ഇത്തിരി എമൗണ്ട് കൂടുതലുമാണ്, പിന്നെ അത്രയും എഫക്റ്റ് ഞാനധികം യൂസ് ചെയ്തിട്ടില്ല. അത് വാങ്ങിച്ചു വെച്ചിട്ട് വല്ലപ്പോഴേക്ക് യൂസ് ചെയ്യാറുള്ളൂ. അതിനേക്കാളും നല്ലത് ചാർക്കോളാണ്. ബ്ലെൻഡ് ചെയ്യാനൊക്കെ ഈസി ചാർക്കോള്. യെസ്. പിന്നെ വൈൻഡപ്പ് ചെയ്യാനൊക്കെ മുമ്പ് എന്താണ് ആർട്ടിൽ അടുത്തൊരു വർഷത്തെ ഗോള് സെറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്? ഞാൻ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് പോർട്രേറ്റ് കൂടുതൽ പഠിക്കണം.
എന്നിട്ട് ആദ്യം കമ്മീഷൻ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ ഒരു ഓൺലൈൻ ക്ലാസ്സിലോട്ട് പോകാനാണ്. ഇതിന്റെ ഇടയ്ക്ക് ഇപ്പൊ ഞാൻ എൻട്രൻസ് ചെയ്യുന്നുണ്ട് PGയുടെ. അപ്പം ഇപ്പം ഈ വർഷം എക്സാം ഉണ്ട്. അപ്പൊ അടുത്ത വർഷം എൻട്രൻസ് കിട്ടുവാണെങ്കിൽ ക്ലാസ് ഉണ്ട്. അപ്പൊ 2 വർഷം എനിക്കൊരു ഗ്യാപ്പ് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു സ്റ്റഡീസിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. നമ്മുടെ ഗോള് ഫസ്റ്റ് ഒരു കമ്മീഷൻ വർക്ക് എടുക്കുക എന്നുള്ളതാണ്, പിന്നെ ഒരു ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. കമ്മീഷൻ വർക്ക് എടുക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, ഇപ്പം മുതൽ വരയ്ക്കുന്ന ചിത്രങ്ങൾ മാക്സിമം സ്റ്റോറി ഇടാം. വാട്സാപ്പിൽ, ഇൻസ്റ്റാഗ്രാം, സോഷ്യൽ മീഡിയയിൽ എല്ലാവിടെയും സ്റ്റോറി ഇടുക. അപ്പോൾ നമ്മൾ വരയ്ക്കുന്ന ഒരാളാണെന്ന് ഫാമിലി മെമ്പേഴ്സിന് ആദ്യം അറിയണം. കാരണം ഇപ്പൊ ഞാൻ മിക്കവരുടെയും ഫസ്റ്റ് കമ്മീഷൻ വർക്ക് ഫാമിലിയുടെ അകത്തുനിന്നായിരിക്കും കിട്ടുന്നുണ്ടായിരിക്കുക. നമുക്ക് ആദ്യം എടുക്കാൻ പറ്റണം. പറഞ്ഞു. ഇത് ഇങ്ങനൊരു ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്ന ഫാമിലിയിൽ അറിയത്തില്ല. ഫാമിലിയിൽ നിന്ന് ശരിക്കും ഹസ്ബൻഡ് ഭാഗത്തുനിന്ന് ഡ്രോയിങ്ങിന് വേണ്ടിയിട്ട് ഒരു സപ്പോർട്ട് ഒന്നും ഇല്ല. പഠിക്കാൻ ഇപ്പൊ എൻട്രൻസിന് പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഇത് ചെയ്യുന്നതിനോട് ഒരു സപ്പോർട്ട് ഒന്നും ഇല്ല. അപ്പൊ ശരിക്കും ഹോസ്റ്റലിൽ വരുമ്പോഴാണ് ഞാൻ അതിന് സ്പെൻഡ് ചെയ്യുന്നത്. നമുക്ക് റിസൾട്ട് കാണിച്ചു കൊടുക്കുക എന്ന് പറയും. ആരും ശരിക്കും റിയൽ വേൾഡിൽ ആരും ആരെയും സപ്പോർട്ടൊന്നും ചെയ്യുന്നില്ല. അതാണ് റിയാലിറ്റി. പക്ഷേ നമ്മുടെ റിസൾട്ട് കാണുന്ന സമയത്ത് ചിലപ്പോൾ ആൾക്കാർ നമ്മളെ സപ്പോർട്ട്, ഇപ്പോൾ സ്റ്റുഡൻസ് എന്തുകൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നിങ്ങൾക്ക് എന്നെ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യം എന്താ? അതായത് ഞാൻ നിങ്ങൾക്ക് റിസൾട്ട് തരുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന റിസൾട്ട് നിങ്ങൾ കാണുമ്പോഴാണ് കൊള്ളാം സാറിനൊന്ന് സപ്പോർട്ട് ചെയ്തേക്കാന്ന് തോന്നുന്നത്. അതുപോലെ തന്നെ നമ്മൾ വരയ്ക്കുന്നുണ്ട്, നമ്മൾ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ റിസൾട്ട് പുറമേക്ക് കാണുകയാണെങ്കിൽ പതിയെ ഫാമിലി മെമ്പേഴ്സൊക്കെ, എൻ്റെ കരിയറിൽ അങ്ങനെ തന്നെയായിരുന്നു, പതിയെ ആൾക്കാരൊക്കെ സപ്പോർട്ട് ചെയ്ത് വന്നത് ആ റിസൾട്ട് പുറത്തേക്ക് വിടുമ്പോൾ മാത്രമാണ്. ഇതിനെ പേടിച്ചിട്ടാണ് പല ആൾക്കാരും റിസൾട്ട് പുറത്തേക്ക് വിടാത്തത്. അത് എന്ത് മണ്ടത്തരാന്ന് ആലോചിക്കുക. അത് ഫാമിലി ഓൾറെഡി സപ്പോർട്ടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ റിസൾട്ട് കാണിക്കാതിരിക്കും കൂടി ചെയ്യുന്നത്. പിന്നെ എങ്ങനെ അവർ സപ്പോർട്ട് ചെയ്യും? എന്തിൻ്റെ ബേസിലാണ് നിങ്ങൾ വിശ്വസിക്കേണ്ടത്? റിയാലിറ്റി മനസ്സിലായോ? അങ്ങനെ ഇരിക്കുന്ന ഒരുപാട് പേര് എനിക്കറിയാം. അപ്പോൾ പതിയെ വരയ്ക്കുന്ന നല്ല ചിത്രങ്ങൾ പതിയെ പോസ്റ്റ് ചെയ്യാനും, അപ്പോൾ ഒന്നറിയാൻ പറ്റും ഇങ്ങനെ വരയ്ക്കുന്ന ഒരാളാണെന്ന്. കാണുന്നവർക്കൊന്ന് മനസ്സിലാവും. പിന്നെ ചില ചിത്രങ്ങൾ നല്ല രീതിയിൽ വരയ്ക്കുമ്പോൾ അവർ നമ്മളൊന്ന് ഒരു നോട്ടപ്പുള്ളിയാവും, വരയ്ക്കുന്ന ഒരു പയ്യനാണല്ലോ അല്ലെങ്കിൽ വരയ്ക്കുന്ന ഒരാളാണെന്നുള്ള നോട്ടപ്പുള്ളിയാവും. പിന്നെ ചില ഫാമിലി മെമ്പേഴ്സ് ഒരു ആവശ്യം വരുന്ന സമയത്ത്, ഇപ്പം എൻ്റെ മോൾക്കൊരു ചിത്രം ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കണം എന്നൊക്കെ തോന്നുന്ന സമയത്ത് അവരാലോചിക്കും, അന്ന് ഈ കുട്ടി സ്റ്റാറ്റസ് ഇട്ടല്ലോ, ഗായത്രി സ്റ്റാറ്റസ് ഇട്ടല്ലോ, ഗായത്രി ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കി, ചിലപ്പോൾ വരച്ച് കിട്ടിയാലോ. അങ്ങനെ ഫസ്റ്റ് ഒരു എൻക്വയറി വരുന്ന സമയത്ത് പ്രൊഫഷണലി ഡീൽ ചെയ്ത് കഴിഞ്ഞാൽ കമ്മീഷൻ വർക്കായിട്ട് നമുക്കിതിനെ മാറ്റാനായിട്ട് സാധിക്കും. അതാണ് ഇതിൻ്റെ മെത്തേഡ്. ഇപ്പോൾ വരയ്ക്കുന്നത് പോസ്റ്റ് ചെയ്യാനായിട്ട് പേടിക്കണ്ട. നമ്മൾ നല്ല രീതിയിൽ നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ ആരും പേടിക്കേണ്ട ആവശ്യമില്ല. പതിയെ എല്ലാ സപ്പോർട്ടും നമുക്ക് ഒരു സമയത്ത് കിട്ടും. യെസ്, വേറെ എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാനുണ്ടോ? മോന് ഇതേ രീതിയിൽ തന്നെ പ്രാക്ടീസ് 4 വയസ്സായിട്ടുള്ളൂ. അപ്പം വരുന്നതനുസരിച്ച് മുകളിലോട്ട് വരുന്നതനുസരിച്ച് പ്രാക്ടീസ് ഇപ്പോഴത്തെ ചെയ്യിപ്പിക്കുന്നതാണ്. പ്രായത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ ഒരു ഫൈൻ മോട്ടോർ സ്കിൽസ് എന്ന് പറയും. കൈ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ, ചെയറിൽ ഇരിക്കുന്നത്, പേപ്പർ വെക്കുന്നത്, അതിലോട്ട് നോക്കുന്നത്, പെൻസിൽ പിടിക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ട്രെയിനിങ് കൊടുക്കുക. പിന്നെ അധികം അമർത്തി വരയ്ക്കാതെ ലൈറ്റ് ആയിട്ടുള്ള ലൈൻസ് വരയ്ക്കുന്നതിലൊക്കെ ട്രെയിൻ കൊടുക്കും. ഒരു 5 വയസ്സ് വരെ നമ്മുടെ ഫാമിലിയുടെ അകത്തുനിന്ന് തന്നെ നിർത്തി പഠിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്നിട്ട് പഠിപ്പിക്കുന്ന ടോപ്പിക്കുകൾ അവർക്ക് ഇഷ്ടമുള്ള ടോപ്പിക്കുകൾ, അവർ നമ്മുടെ അടുത്ത് പറയും, ചിലപ്പോൾ ഇന്ന കാര്യം വരയ്ക്കണം എന്നൊക്കെ പറയും. നമ്മൾ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ വരയ്ക്കുന്നതിനൊപ്പം വന്നിരിക്കുകയാണെങ്കിൽ എന്തെങ്കിലും എടുത്തു കൊടുത്തിട്ട് അവനും കൂടി ഇരുത്തി വരപ്പിക്കുക. അങ്ങനെ ഒരു വർഷം കൂടി അങ്ങനെ കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത്. അതിനുശേഷം ഭയങ്കരമായിട്ട് ടാലൻറ്റ് കാണിക്കുന്നുണ്ട്, ഭയങ്കര ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ ക്ലാസ്സിൽ ജോയിൻ ചെയ്യിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഒരു വർഷം കൂടി അങ്ങനെ പോട്ടെ, നമ്മുടേതായിട്ടുള്ള കെയറിൽ പോട്ടെ. കാരണം ഇപ്പോൾ ഓൾറെഡി നമ്മുടെ എന്റെ ഓൺലൈൻ ക്ലാസ് കൂടെ അറ്റൻഡ് ചെയ്തുകൊണ്ട് അറിയാലോ, കുറേ കാര്യങ്ങൾ ബേസിക് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കത് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. എന്റെ കൂടെ വരയ്ക്കാൻ ഇരിക്കും. അപ്പം ഞാൻ വരയ്ക്കുന്ന പോലെ പറ്റുന്നില്ലെന്ന് പറഞ്ഞിട്ട് അപ്പൊ ദേഷ്യം വന്നിട്ട് എറിയും, പെൻസിലൊക്കെ എടുത്തെറിയും. അതേപോലെ എനിക്ക് വരയ്ക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞു. അപ്പൊ അപ്പോൾ ഒരു ഞാൻ കാര്യം ചെയ്താൽ പറഞ്ഞു മതി, ചെറുതൊക്കെ വരയ്ക്കും. ചെറിയ ഫ്ലവേഴ്സ് ഒക്കെ വരച്ച് കളർ ചെയ്യാൻ കൊടുത്താൽ മതി. അത് A4 ചെയ്യുന്നുണ്ട്, പേപ്പറിൽ. നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ കളറിംഗ് ഒക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ് സ്കൂളിൽ ഇപ്പം ഫസ്റ്റ് പ്രൈസ് കിട്ടിയത്, ഒരു സർട്ടിഫിക്കറ്റ് കിട്ടി. അങ്ങനെ ഭയങ്കര സന്തോഷമായിരുന്നു അവന്. പിന്നെ ഒരുപാട് സന്തോഷം. അപ്പം എന്തായാലും മുന്നോട്ട് പോട്ടെ. ഓൾ ദി ബെസ്റ്റ്. സാറിന്റെ ക്ലാസ്സിൽ വന്നുകൊണ്ടാണ് അവന്റെ ഒരു
ഈ പ്രായത്തിൽ തന്നെ ഒരു ഫസ്റ്റ് പ്രൈസ് കിട്ടാന്നുള്ള രീതിയിൽ ആ ഒരു ഇൻട്രസ്റ്റിലോട്ട് എത്തിക്കാൻ എനിക്ക് പറ്റിയത്. ഞാനൊരു ആ, ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. നോർമലി നമുക്ക് എൻക്വയറി വരുന്ന സമയത്തെ പാരൻസിന്റെ എൻക്വയറി ഇതുപോലെ അമ്മമാരുടെ എൻക്വയറി വരാറുണ്ട്. അപ്പൊ ഞാൻ പറയും, നിങ്ങളുടെ കുട്ടികളെ, ചെറിയ കുട്ടികളാണെങ്കിൽ, പ്രത്യേകിച്ച് 3-4 വയസ്സുള്ള കുട്ടികളാണെങ്കിൽ, നിങ്ങളുടെ കുട്ടികളെ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും ബെറ്റർ നിങ്ങൾക്ക് വരയ്ക്കാൻ പഠിക്കണമെന്നുള്ള ആഗ്രഹവും ടാലന്റും ഉണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കുകയാണ് എന്ന് പറയും. അപ്പൊ പലരും വിചാരിക്കും, പലരും വിശ്വസിക്കില്ല അത്. എനിക്ക് പഠിക്കാൻ പറ്റുമോ, കാരണം എനിക്ക് പ്രായമായില്ലേ. അവരോട് നമ്മുടെ ഒരു എക്സ്പീരിയൻസിന് എന്താ പറയാനുള്ളത്? ഇപ്പോൾ സ്വന്തം മകനെ സ്വന്തമായിട്ടല്ല പഠിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസിന് എന്താ ഷെയർ ചെയ്യാനുള്ളത്? അത് വേറൊരാള് പഠിപ്പിക്കുന്നേക്കാളും അവന്റെ ആ വളർച്ച അനുസരിച്ച് നമുക്ക് തന്നെയാണ് കൂടുതൽ കെയർ ചെയ്ത് പഠിപ്പിക്കാൻ, അവന്റെ തെറ്റുകൾ മനസ്സിലാക്കാൻ, അത് കറക്റ്റ് ചെയ്ത് അവന്റെ ആ ടാലന്റ് ശരിക്കും മനസ്സിലാക്കാൻ നമുക്ക് തന്നെയല്ലേ പറ്റും. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അതാണ് സാറിന്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത അപ്പം എനിക്ക് അവനെ കൂടുതൽ പഠിപ്പിക്കാൻ പറ്റും എന്നുള്ള ഒരു തോന്നലുണ്ടായിരുന്നു, വീഡിയോസ് ഒക്കെ കണ്ടിട്ട്. അങ്ങനെയാണ് ഞാൻ ജോയിൻ ചെയ്തത്. പിന്നെ എനിക്കും വരയ്ക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പഠിക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല. ഞാൻ കോഴ്സ് ഞാൻ ഇപ്പൊ നഴ്സിംഗ് കഴിഞ്ഞ സമയത്ത് കുറച്ച് സമയം ഫ്രീ വർക്കിംഗ് ആയിരുന്നെങ്കിലും ഹോസ്റ്റലിലൊക്കെ നിന്ന് കുറച്ച് സമയം ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് ഒരുപാട് അന്വേഷിച്ചു. ഈ പഠിത്തം അങ്ങനെ ഒരു ക്ലാസ് അങ്ങനെ ഒന്നും കിട്ടിയിട്ടില്ല ആ സമയത്ത്. പിന്നെ ഒരുപാട് ബിസി ആയി, പിന്നെ മാരേജ് ഒക്കെ കഴിഞ്ഞു. അങ്ങനെ ഇരിക്കും. ഇവിടെ ഹോസ്റ്റലിൽ വന്നപ്പോഴാണ്, ഇപ്പൊ 1.5 വർഷം ഞാൻ ഇവിടെ വന്നിട്ട്, ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് സാറിന്റെ യൂട്യൂബിൽ ഇങ്ങനെ ഒരു ക്ലാസ് കണ്ടത്. യെസ്, അപ്പോൾ ഒരുപാട് ക്ലാസ് ജോയിൻ സന്തോഷം. ചെയ്ത. ഫാമിലി ആയിട്ട് പടം വരയ്ക്കുന്നുണ്ടെന്ന് അറിയുന്നതും പടം വരയ്ക്കാനുള്ള ആഗ്രഹം മകനിലൂടെയും സ്വന്തമായിട്ടും സാധിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ നമുക്ക് അടുത്തൊരു മീറ്റിംഗിൽ നേരിട്ട് കാണാം. അതിൻ്റെ പേരോട്ടെ. ഒരുപാട് ഓക്കെ. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. ഗുഡ് നൈറ്റ്.